ഈ കാര്യങ്ങള് ഇവള് ഓരോ ആൾക്കാരെ ഓരോ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഫ്രം സ്റ്റാർട്ടിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒറ്റയടിക്ക് അതങ്ങ് മാറ്റി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനിയിൽ നിന്ന് മെഡിസിൻസ് പോകേണ്ട ആവശ്യമില്ല എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു. ആന ഏറി നിറക്കാനോ വല്ല കൊട്ടേഷൻ വല്ലതും അമ്മയുടെ പൂർവ്വ പ്രസിഡന്റ് ശ്വേത എടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പം ശ്വേതയുടെ ഒരു പുതിയ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ പതുക്കെ താന്നു വരുമായിരുന്നു. അപ്പം ശ്വേത വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ വക ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. അങ്ങനെ പുറത്തു വന്ന ഓഡിയോ ആണിത്. നമുക്കത് ഒന്ന് കേൾക്കാം. അത് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവും. അൻസിബ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഹായ്, നമസ്കാരം. ഞാൻ ശ്വേത മേനനാണ്. ഞാൻ ഇപ്പൊ സഞ്ജീവനിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളുടെ ഓഗസ്റ്റ് 20 മീറ്റിംഗില് സഞ്ജീവിനി, അവള് കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് സഞ്ജീവിനി അവളുടെ കയ്യിൽ നിന്ന് മാറ്റിയെടുത്തു. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ഉണ്ടാവുമ്പോ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത്? നമുക്ക് ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് വേണ്ട, ഒന്നും വേണ്ട. ഒരു ഡോക്ടർ മുഖാന്തരം നമുക്ക് കറക്റ്റ് മെഡിസിൻസ് നമുക്ക് അത് അറിയാൻ പറ്റും. ഈ കാര്യങ്ങള് ഇവള് ഓരോ ആൾക്കാരെ ഓരോ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഫ്രം സ്റ്റാർട്ടിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓഗസ്റ്റ് 20 രാത്രി മജീദ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്തിനാണ് അൻസിബേനെ സഞ്ജീവനിന്ന് മാറ്റിയത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇക്ക, സഞ്ജീവനിന്ന് മാറ്റിയതല്ല, നമ്മളൊരു പുതിയ ടീം വന്നിട്ടുണ്ട്. നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഉണ്ടാവുമ്പോ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കേണ്ടത്? അത്രയും നല്ലതല്ലേ. പിന്നെ നമുക്കും സമയം തരൂ. നമുക്ക് നമ്മളുടെ കമ്മിറ്റി രീതി, നമ്മളുടെ രീതിയിൽ നമുക്ക് അത് എന്താ പറയാ, നമുക്കും സഞ്ജീവനി നമ്മളുടെ രീതിയിൽ നടത്താനുള്ള ഒരു ഫ്രീഡം തരൂ. അപ്പൊ പറഞ്ഞു ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് എന്നല്ല ഒരു തെറ്റിദ്ധാരണ. ഒരുപാട് മെമ്പേഴ്സ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ആദ്യം വിളിച്ചത് മജീദ്. നമ്മൾ ഒരു കാരണവശാലും ഒരു സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻസോ ഒരു രീതിയിലും അങ്ങനത്തെ കാര്യങ്ങള് നമ്മൾ സപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഡോക്ടർ റോണിന്റെ മുകളിൽ അൻസിബ പൊതുവേദിയില് മീഡിയ മുമ്പാകെ ഇങ്ങനെ പറയുമ്പോ സങ്കടം തോന്നുന്നുണ്ട്. ബിക്കോസ് അൻസിബ ഇപ്പൊ പറയണത് ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു കാര്യവും കറക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഇതിന് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കമ്മിറ്റി മുമ്പാകെ, മീഡിയ മുമ്പാകെ വന്നിട്ട് കമ്മിറ്റി വന്നിട്ട് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാം. പക്ഷെ എല്ലാത്തിലും അവസാനം ഒരു അമ്മയാണ് ഇതില് ബുദ്ധിമുട്ടുന്നത്. അതേതമ്മ? ഓ, AMMA എന്ന് പറ. ഞാൻ വിചാരിച്ച അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു അമ്മയ്ക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന എന്തോ കാര്യം ഉണ്ടായെന്നുള്ളത്. ബാക്കി കേൾക്കാം. അമ്മ അസോസിയേഷൻ ആണ് നാറുന്നത്. അവിടെയാണ് എനിക്ക് സങ്കടം വരുന്നത്. ബിക്കോസ് എന്നെ നിങ്ങളെല്ലാരും ആരൊക്കെ വോട്ട് ചെയ്തു അവരെല്ലാരും എന്നെ ഈ സ്ഥാനത്തിൽ ഇരുത്തിയത് അമ്മ അസോസിയേഷന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ കമ്മിറ്റിയിൽ ഒരു പാനൽ ഇല്ലായ്മ, നമ്മുടെ കമ്മിറ്റിയിൽ അൻസിബ പോലെ ആൾക്കാര്, അങ്ങനത്തെ ആൾക്കാര് വന്ന് ഇന്ന് വിസിൽ ബ്ലോവർ ആയിട്ട് മീഡിയ മുമ്പാകെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ബാക്കി ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു, കയ്യെ വിട്ടുപോയി. സോ താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും പറയാണ്. പക്ഷെ ഡോക്ടർ റോണീനെ ഒരു കാരണവശാലും ഞാനോ എന്റെ കമ്മിറ്റിന്റെ ഒരാളും തെറ്റിദ്ധരിക്കില്ല. ബിക്കോസ് he's a proper doctor and we are very proud of Sanjeevani and Dr. Ronnie, Anjali and Asha superb ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. സഞ്ജീവനി എന്ന് പറയുന്ന പരിപാടി അറിയാമല്ലോ. അമ്മയിലുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് മെഡിസിൻ എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സഞ്ജീവനി. അവിടെ നേരത്തെ മെഡിസിൻ കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു മെഡിസിൻ കമ്പനിയുണ്ട്, അവിടെ നിന്നാണ് അത് കൊടുത്തുകൊണ്ടിരുന്നത്. അതും അമ്മയുടെ അംഗമാണ്. ഇവിടെ ഒരു അമ്മയുടെ അംഗം കൊടുത്തുകൊണ്ടിരുന്ന, ഒരു നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരുന്ന മെഡിസിൻ കൊട്ടേഷനൊക്കെ വിളിച്ച് അതിൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാമെന്നേറ്റ് നല്ല മെഡിസിൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. പക്ഷേ പുതിയൊരു ഭരണസമിതി വരുമ്പോൾ അതിൽ അംഗമായിട്ടുള്ള റോണി ഡോക്ടറാണ്. റോണിക്ക് കുറേ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ റോണിക്ക് കൊടുക്കാം എന്നാണ് ചിന്തിച്ചത്. അതും കൊട്ടേഷൻ പോലും വിളിക്കാതെയാണ് കൊടുത്തതെന്ന് അൻസിബ പറയുന്നുണ്ട്. അൻസിബ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളോട് നമുക്ക് വരാം. ഇതിനു മുമ്പ് അൻസിബ കുറച്ച് കാര്യങ്ങൾ സഞ്ജീവനിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞായിരുന്നു. അത് നമുക്കൊന്ന് കേൾക്കാം. അതുപോലെ സഞ്ജീവനി മെഡിസിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ അംഗമായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണന് ഒരു മെഡിസിൻ കമ്പനിയുണ്ട്.
അപ്പോൾ നമ്മൾ ഈ സഞ്ജീവിനി പ്രൊജക്റ്റ് ആലോചിച്ച സമയത്ത് തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിയുകയും അങ്ങനെ ആ സമയത്ത് കഴിഞ്ഞ കമ്മിറ്റിയായിരുന്നു സഞ്ജീവിനി കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് സിദ്ദിഖിക്കൊക്കെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ രാജിവെച്ച് പോകുന്നതിൻ്റെ മുന്നേ തന്നെ സഞ്ജീവിനി പദ്ധതിയെ പറ്റിയിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് അറിയുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ മെമ്പറല്ലേ, എന്നാൽ പിന്നെ നമ്മുടെ മെമ്പറിനല്ലേ ഒരു അവസരം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വിഷ്ണു ഉണ്ണികൃഷ്ണനെ വിളിച്ച് സംസാരിക്കുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാക്സിമം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മൾ വേറെ 2 കൊട്ടേഷനും കൂടെ വിളിച്ചു. എപ്പോഴും ഒരു 3 കൊട്ടേഷനെങ്കിലും വിളിച്ചിട്ട് ഏറ്റവും കുറവേ നമ്മൾ എടുക്കാറുള്ളൂ. വേറെയും 2 കൊട്ടേഷൻ വിളിച്ചു. ആ 2 കൊട്ടേഷനേക്കാളും കുറവ് തന്നെയായിരുന്നു വിഷ്ണുവിൻ്റെത്. അങ്ങനെ ഈസി പാസ്സാക്കിയതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനി മുഖേന നമുക്ക് ഈ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും സഞ്ജീവിനി പദ്ധതി പ്രകാരം മെഡിസിൻസ് കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ മെഡിസിൻസ് കൊടുത്തു. വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടൊക്കെ തന്നെയാണ് അവർ മെഡിസിൻസ് എല്ലാവർക്കും കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സഞ്ജീവിനി പദ്ധതി നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനെയും വിളിക്കുക, അവരുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കും പലരുടെയും. അപ്പോൾ അതിനനുസരിച്ച് മാറിക്കൊടുക്കണമൊക്കെ ഉണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഈ മെഡിസിൻ കമ്പനിയിൽ നിന്ന് കൃത്യമായിട്ട് മെഡിസിൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ കമ്മിറ്റി വന്നപ്പോഴേക്കും ഒറ്റയടിക്ക് അതങ്ങ് മാറ്റി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനിയിൽ നിന്ന് മെഡിസിൻസ് പോകേണ്ട ആവശ്യമില്ല എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു. ഈസിയിൽ അതൊന്നും പറഞ്ഞ് പാസ്സാക്കിയൊന്നുമില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെത് മാറ്റിനെ അടുത്തൊരു കൊട്ടേഷൻ വിളിച്ചിട്ട് അതിനേക്കാളും കുറവ് വേറൊരാൾ തരികയാണെങ്കിൽ തന്നോട്ടെ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. എപ്പോഴും പൈസ കുറഞ്ഞിട്ട് ക്വാളിറ്റി കൂടുതലുള്ള മെഡിസിൻസ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നു അവരെ തന്നെ നമ്മൾ വെക്കുകയുള്ളൂ. എല്ലാ വർഷവും നമുക്ക് കൊട്ടേഷൻ വിളിക്കാം. പുതിയ കമ്മിറ്റി വന്നപ്പോഴും കൊട്ടേഷൻ ഇവർ തന്നെ വെക്കുന്നു, ആരൊക്കെയോ തീരുമാനിക്കുന്നു. ഇതങ്ങ് മാറ്റിയിട്ട് വേറെ ഏതൊക്കെയോ മെഡിസിൻ കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ മെഡിസിൻസ് അയക്കുന്നു. അപ്പോൾ ബേസിക്കലി ഒറ്റ സ്ഥലത്തു നിന്ന് മെഡിസിൻ പോയിക്കൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് മെഡിസിൻ പോകാൻ തുടങ്ങി. നമുക്കിതിൻ്റെ കണക്കൊന്നും തരുന്നില്ല. ഇത് ഏതൊക്കെ മെഡിസിൻ കമ്പനികളിൽ നിന്നാണ് ഇത്രയും മരുന്നുകൾ പോണതെന്ന് ഞാൻ ഉൾപ്പെടെ പലർക്കും അറിയില്ല കമ്മിറ്റിയിലിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇതിനുത്തരമില്ല. അപ്പോൾ ഇത് അങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അത് ബേസിക്കലി ചോദ്യം ചോദിക്കുന്നവരെ ഇഷ്ടമല്ല. അവിടെ പുതിയൊരാൾക്ക് ഈ മെഡിസിൻ്റെ പരിപാടി കൊടുക്കാൻ ഒരു കൊട്ടേഷൻ പോലും വിളിക്കാതെയാണ് അവരുടെ ഭരണസമിതിയിലുള്ള ഒരാൾക്ക്, ഒരു ഡോക്ടറാണ്, അവർക്ക് ഈ മെഡിസിൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവർക്കും കൊടുക്കുകയാണ്. അമ്മയിൽ തന്നെയുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. ന്യായവിലയ്ക്ക് നല്ല സാധനമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു കൊട്ടേഷൻ പോലും വിളിക്കാതെയാണ് കൊടുക്കുന്നതെന്ന് ഓർക്കണം. അത് ചോദിക്കുമ്പം ചോദിക്കുന്ന ആൾ, തെറ്റ് ചെയ്യുന്ന ആൾ, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ചോദ്യങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? എവിടെ ചോദ്യങ്ങളുണ്ടോ അവിടെ തെറ്റുകൾ കുറയും. ബിക്കോസ് നമ്മുടെ മുകളിൽ ഒരു കണ്ണുണ്ടെന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ അൻസിബ ചോദ്യം ചോദിക്കുന്നതാണ് ഇവർക്കൊന്നും പിടിക്കാത്തത്. അൻസിബ ഈ സഞ്ജീവിനിയെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ കുറേ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ സഞ്ജീവിനി പദ്ധതി അൻസിബയുടെ കീഴിലാണല്ലോ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഇതുപോലെ നടത്തുമ്പോൾ അത് ആദ്യം ചോദ്യം ചെയ്യുന്നത് അൻസിബയും ഉത്തരം കിട്ടേണ്ടതും അൻസിബയ്ക്കാണല്ലോ. അല്ല, എന്നെ ഈ കമ്മിറ്റി വന്ന ഉടനെ ആദ്യത്തെ തീരുമാനം അൻസിബ ഇനി സഞ്ജീവിനി ചെയ്യേണ്ടതെന്നായിരുന്നു. ആദ്യത്തെ തീരുമാനം തന്നെ ഇനി സഞ്ജീവിനി പദ്ധതി അൻസിബ ചെയ്യേണ്ട. പകരം റോണി ഡേവിഡ്, ജയൻ ചേർത്തല, ആശാ അരവിന്ദ് ചേച്ചി, ഒരു 3 പേര് വരുന്നു. റോണി ഡേവിഡ് ആയിരുന്നു ഇതിൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റി. അപ്പോൾ ഓക്കെ, അവർ മാറ്റിയിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഒരു ഡോക്ടറും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കെന്തായാലും ഡോക്ടറുടെ അത്രയും മെഡിസിനെ പറ്റിയുള്ള അറിവൊന്നുമില്ല. സാധാരണ നമുക്കറിയാവുന്ന പോലെ ഡോളോ 650 ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയുള്ളൂ. ഞാൻ വിചാരിച്ചു ഓക്കെ, പക്ഷെ എന്നെ മാറ്റിയതാണെന്ന് എനിക്കറിയാം. ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ സഞ്ജീവിനിയിൽ നിന്ന് മാറ്റിയെന്ന്. ഞാൻ സഞ്ജീവിനി അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ബ്രോഡ്കാസ്റ്റ് എനിക്കുണ്ടായിരുന്നു. കാരണം എല്ലാ വിവരങ്ങളും അപ്പോൾ അറിയിപ്പിക്കാൻ വേണ്ടി, അപ്ഡേഷൻ കൊടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഞാനതൊന്ന് പറഞ്ഞോട്ടെ. ഇല്ല അൻസിബ അത് പറയാൻ പാടില്ല. അൻസിബ ഇതിന് മാറ്റിയ കാര്യം ആരോടത്തും പറയണ്ടേ ഇപ്പോൾ. അതെന്താ പറഞ്ഞാല്, ഒരാൾ ഒരു സ്ഥാനത്ത് നിൽക്കുന്നു, അത് വിശ്വസിച്ച് കുറേ ആളുകൾ നിൽക്കുകയാണ്. ഈ മെഡിസിൻസ് വളരെ ആവശ്യമുള്ള കുറേ അമ്മയിലെ അംഗങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അവരോടൊന്നും അൻസിബ ഈ മാറ്റം പറയണ്ട. അതെന്താ അങ്ങനെ? ഒരാൾ ഒരു സ്ഥാനത്ത് നിന്നും മാറുമ്പം അത് പറയുന്നതിന് എന്താണ് കുഴപ്പം? അറിയില്ല മക്കളെ. ബാക്കി പറയാൻ സമ്മതിച്ചില്ല. അത് നമ്മൾ പറഞ്ഞോളാം. ഇനി മുതൽ അൻസിബ നമ്മുടെ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കേണ്ട, മെമ്പേഴ്സിന് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ട. ഇവിടുന്ന് നമ്മൾ അയച്ചോളാം. അമ്മയുടെ സ്പോക്സ് പേഴ്സൺ ഒരാളായിരിക്കും. അത് പ്രസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ജോയ് മാത്യു സാറിന് പറയാം. വേറെ ആരും സംസാരിക്കാൻ പാടില്ല.
ബേസിക്കലി എൻ്റെ വാ അടപ്പിച്ചു. ഞാൻ ഇനി അമ്മയെ റെപ്രസെൻ്റ് ചെയ്ത് പുറത്ത് സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സഞ്ജീവിനിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി. പക്ഷേ എന്നെ പറയാനും സമ്മതിക്കുന്നില്ല, എന്നെ മാറ്റി പുതിയ ആൾക്കാർ വന്നതെന്ന്. അപ്പോൾ സഞ്ജീവനിയിലുള്ള ആൾക്കാർ തെറ്റിദ്ധരിക്കുക എന്താ, ഞാൻ ഒഴിവാക്കി പോയി വേറെ ആൾക്കാരെ എടുത്തു എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. ഇല്ല, ഇതെന്താ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ? ഈ കൊച്ചുകുട്ടി വലുതായിട്ടൊന്നും പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. ആ പെൺകുട്ടി ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. കുറേ പടങ്ങളിൽ അഭിനയിച്ചവരൊക്കെ പല സ്ഥാനങ്ങളിലിരിക്കുന്നു. ഈ കുറച്ച് പടങ്ങളിൽ അഭിനയിച്ച അൻസിബ തൻ്റെ കഴിവ് കൊണ്ട് ജോയിൻറ്റ് സെക്രട്ടറി ആവുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യപ്രാപ്തി കൊണ്ട് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ പലർക്കും അതൊരു വിഷയമാണ്. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നൊരു സംശയം. ബാക്കി നമ്മൾ പറഞ്ഞോളാം, അൻസിബ അവർ സംസാരിക്കേണ്ട. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് 1-2 ആഴ്ച ഞാൻ മിണ്ടിയില്ലാന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി. തുടക്കത്തിൽ ആദ്യത്തെ മീറ്റിങ്ങിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പിന്നെ പക്ഷേ 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ മെഡിസിനെ പറ്റി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തർ. എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഇവരെൻ്റെ വാ അടപ്പിച്ച് വെച്ചുകൊണ്ട് എന്നെ മാറ്റിയെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. ഭയങ്കര മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കുക. മരുന്നുകൾ കിട്ടാൻ ലേറ്റാവും. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, എന്നെ മാറ്റിയതൊക്കെ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ എല്ലാ മാസവും ഒരു 20-ാം തീയതിക്ക് മുന്നെങ്കിലും മരുന്നുകൾ അയക്കണം, എന്നാലേ ഇത് പലയിടത്തും ദൂര സ്ഥലങ്ങളിലേക്ക് ബാംഗ്ലൂർ വരെയൊക്കെ പോകുന്നുണ്ട്, എന്നാലേ കറക്റ്റ് 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് എത്തുള്ളൂ എല്ലാവരുടെയും മെഡിസിൻ, അതെങ്കിലും നിങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്നെ മാറ്റി എന്നുള്ള കാര്യം പറയാൻ സമ്മതിക്കണില്ല. അവസാനം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നിവൃത്തിയോട് കാരണം ഞാൻ മെസ്സേജ് അയച്ചു, ഇനിയിപ്പോൾ എന്നെ പുറത്താക്കട്ടെ, ഞാൻ ഇവർ പറഞ്ഞത് ലംഘിച്ചിട്ട് ഞാൻ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ഞാനിങ്ങനെ മാറിയിട്ടുണ്ട്, എന്നെ മാറ്റിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഞാനെല്ലാം പുതിയ അംഗങ്ങളുണ്ട്, അവരെല്ലാ കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ, എല്ലാവർക്കും നന്മ നേരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഞാൻ മാറിയെന്ന്. അപ്പോൾ കുറേ പേര് വിളിച്ചു ചോദിച്ചു, മോളെന്താ മാറി, ഇമോഷണലി ഒക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ല, പുതിയ ആൾക്കാർ നല്ല ആൾക്കാർ, അവരെല്ലാം ചെയ്തു തരും, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ലക്ഷറി ആയിട്ടുള്ള കാറ്ററിംഗ് സർവീസിന് കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ അന്നും ചോദിക്കേണ്ടത്, നമ്മൾ 17 പേരുടെ ഒരു നോർമൽ ഈസി മീറ്റിങ്ങിന് എന്തിനാണ് നമുക്ക് ഇത്രയും ഒരു ലക്ഷറി കാറ്ററിങ്? അതിൻ്റെ ആവശ്യമില്ല. ഇത് ആരാണിത് കൊണ്ടുവന്നത്, ആരാണിത് ചെയ്തത്, അതൊന്നും ആർക്കും ഉത്തരമില്ല. അപ്പോഴും എന്നെ പരിഹസിക്കുന്ന പല വർത്തമാനങ്ങളുമാണ് അവിടെ ഇരുന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പലരും പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. അന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ടം ഇടറുന്നുണ്ട്, ആ മുഖത്ത് നല്ല വിഷമം അറിയാനുണ്ട്. ഈ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ആർഭാടങ്ങൾ പല രീതിയിൽ കാശ് പൊടിച്ച് കളയുന്നത് ചിലപ്പം ചോദ്യം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇത് ആർക്കെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാം. ഈ 17 പേരുള്ള ഈ കമ്മിറ്റിക്ക് എന്തിനാണ് ഇത്ര ആർഭാടമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും എന്നൊക്കെ ഉള്ള പല പല ചോദ്യങ്ങൾ ഈ പെൺകുട്ടി എടുത്ത് വെക്കുകയാണ്. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ ആരാണ് ചോദിക്കാൻ? കുറച്ച് പടത്തിൽ അഭിനയിച്ച നീ ജോയിൻറ്റ് സെക്രട്ടറി ആയത് തന്നെ വലിയ കാര്യം. അപ്പം ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഒരു റൂം ഉണ്ടായിരുന്നു, ആ റൂമിനെ മാറ്റി ട്രഷറർക്ക് കൊടുക്കുന്ന അവസാനം ജോയിൻറ്റ് സെക്രട്ടറിക്ക് റൂമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിലോട്ട് അൻസിബ വരുന്നുണ്ട്. ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നടത്തുമ്പോൾ ചോദ്യങ്ങൾ വരുന്നു. അത് വലിയൊരു വിഷയമാണ്. എപ്പോഴും ആ ചോദ്യങ്ങളെ പേടിക്കുന്നിടത്ത് ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ബാക്കിയാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടത്, അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പിന്നെ എന്നെ ഇലക്ഷൻ്റെ സമയത്ത് പേഴ്സണലി ഹരാസ്മെൻറ്റൊക്കെ ഇലക്ഷൻ്റെ സമയം മുതലേ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, അതായത് ഈ കാറ്ററിങ്ങിൻ്റെ കാര്യമൊക്കെ എന്തിനാണ്, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ചെയ്തത്, 17 പേര് മാത്രമുള്ളൊരു മീറ്റിങ്ങിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം വന്നു. ഭയങ്കര പരിഹസിക്കുന്ന രീതിയിൽ, എന്നുവെച്ചാൽ ദേഷ്യം വന്നാൽ പരിഹസിക്കുക ചെയ്യാം. അങ്ങനെ ആ പരിഹാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പം താഴെ ക്യാബിനുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ക്യാബിനുണ്ട്. അതായത് ഒന്ന് മാനേജർക്ക് ഇരിക്കാനുള്ളതും ഒന്ന് ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഇരിക്കാനുള്ള ക്യാബിന്. എനിക്കുള്ള ക്യാബിൻ, അതായത് കഴിഞ്ഞ വർഷം വരെ ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഉണ്ടായിരുന്ന ക്യാബിനായിരുന്നു അത്. ഫസ്റ്റ് ഫ്ലോറിൽ പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും ഇരിക്കാനുള്ള ക്യാബിനാണ് ഉള്ളത്. അപ്പോൾ താഴെ ക്യാബിനുണ്ട്, അത് ലോക്ക് ചെയ്തിട്ടിരിക്കുക. അടുത്ത മീറ്റിങ്ങിന് ഞാൻ വന്നപ്പോൾ ഞാൻ ഇറങ്ങി അങ്ങ് പോയി, അത് ലോക്ക്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി, ഒന്നും ചോദിച്ചില്ല. പിന്നെ ഞാൻ വരുമ്പോൾ കാണുന്നത് ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ള ആ സ്റ്റിക്കർ മാറ്റിയിട്ട് അവിടെ ട്രഷറർ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുക. കേട്ടല്ലോ, അൻസിബയെ ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് പിന്നെ ചിന്തിക്കുകയേ വേണ്ട. വല്ലാത്ത കഷ്ടപ്പെടി. ഈ ചെറിയ ചെറിയ ചോദ്യങ്ങളെ ഭയന്ന അവർ അവസാനം ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരത്തെ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. 7 മണിക്കൂറാണ് ശ്വേത അവിടെ ഒറ്റയ്ക്ക് നിന്ന് ആൻസർ ചെയ്യേണ്ട വന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൻസർ പറയേണ്ട സിറ്റുവേഷനിൽ ആൻസർ പറയാതെ എല്ലാം കൂട്ടിവെച്ച് അവസാനം വീണ്ടും ആൻസർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എത്തി. അവിടെ പതറിപ്പോകുന്നതാണ്. അങ്ങനെ രാജിവെച്ചാണ് എല്ലാവരും പുറത്തു പോകുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ